ഇവിടെ അബൂസ് ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ KL58 സഞ്ചാരിൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ മാർച്ച് എൻഡ് വരെ വരികയാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബർക്ക് 10% അല്ലേ 10% തീർച്ചയായിട്ടും ഫുഡിലായാലും റൂമിലായാലും ഏതിലായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട്. റൂമും ഭക്ഷണവും ഇരിക്കട്ടെ. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ ഞങ്ങൾ അബൂസിൻ്റെ ഓണറത്ത് എത്തിയിട്ടുണ്ട്. അബൂസ് ഹോട്ടലിൻ്റെ വൈറ്റ് ഫീൽഡ് ഓണറത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ ദിവസമായി പറയുന്നത് ഞങ്ങൾക്കൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ സ്നേഹത്തോടെ വേണ്ടടാ ഇപ്പം വേണ്ടടാ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടുകയായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും ഞങ്ങൾക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അബൂസ, അപ്പോൾ അബൂക്ക, നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 15 കൊല്ലത്തോളമായി ഞങ്ങൾ ബാംഗ്ലൂർ ഇങ്ങനെ കച്ചവട ഫീൽഡായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ കൊടുക്കുന്ന ഫുഡിൻ്റെ സ്വാദ് എവിടെ പോയിട്ട് നമ്മൾ കമ്മനള്ളി പോയിട്ടുണ്ട്, പിന്നെ MG റോഡിൽ വലിയ വലിയ ഹോട്ടലിൽ പോയിട്ടുണ്ട്, മടിവാള പോയിട്ട് കഴിച്ചിട്ടുണ്ട്, ബിരിയാണി ആയിക്കോട്ടെ, മന്തി ആയിക്കോട്ടെ, എന്തൊരു ഐറ്റംസ് ആയിക്കോട്ടെ, ഇവിടെ നിന്ന് കിട്ടുന്ന സ്വാദ് നമുക്ക് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കിട്ടുന്നില്ല. അത് എന്താണ് നിങ്ങൾ ഈ ഫുഡിൻ്റെ രഹസ്യം എന്താണ്? അതിൽ ചുരുക്കത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണമേ ഉള്ളൂ. കാരണം എൻ്റെ വാപ്പ പഠിപ്പിച്ച ഒരു കാരണമുണ്ട്. ഹോട്ടൽ കച്ചവടത്തിൽ കപടമുണ്ട്, കച്ചവടമുണ്ട്. അതായത് ഇത് ദാഹിക്കുന്നവന് വെള്ളവും വിശക്കുന്നവന് അന്നവും. വെറും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു ലോബിയല്ല. പൈസക്ക് പൈസ വേണം, എന്നാലും പിന്നെ ഇതിൻ്റെ ചുരുൾ അതാണ്. അപ്പോൾ എന്താണ് എൻ്റെ വാപ്പ പഠിപ്പിച്ച് അത് ഞാൻ എൻ്റെ പരമാവധി കഴിവിൻ്റെ പരമാവധി എൻ്റെ ജോലിക്കാരിലേക്ക്, അതായത് അതിൻ്റെ സ്വാദാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ സർവീസാകട്ടെ, പിന്നെ അതൊരു സിസ്റ്റമാറ്റിക്കോ അതൊരു റെസിപ്പി സ്റ്റൈലോ അല്ല, അവരോട് ഹാർട്ട്ഫുള്ളി, അതായത് ആത്മാർത്ഥമായിട്ട് അവരോട് ഞാൻ നിൽക്കും. അപ്പോൾ അവരും അവരെ കഴിവിൻ്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് എന്താക്കും, അവരെ ജോലിയിലേക്ക്. അതാണ് ചുരുക്കത്തിൽ ഇതിൻ്റെ രഹസ്യം. അപ്പോൾ അബൂക്ക, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു സ്വാദ് ഒരേ രീതിയിൽ കൊണ്ടുപോകാം, സ്വാദ് ഒട്ടും കുറയാതെ. ഇപ്പം മീനായിക്കോട്ടെ, മീൻ ഫ്രൈ, അതിൻ്റെ മസാല ഒരു രക്ഷയില്ലാത്ത മസാലയാണ്. അതൊക്കെ എങ്ങനെ അത് എപ്പോഴും കണ്ടിന്യൂ ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ടോ? അതെങ്ങനെ സാധിക്കുന്നതെന്ന് അയക്കുന്നത്? അതിൻ്റെ പിന്നിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് മെൻ്റലി ഫിസിക്കലി ഇത് രണ്ടും ഞങ്ങൾ ചെറുപ്പത്തിലേ ശീലിച്ചു വന്നൊരു കാര്യം. ഞങ്ങളെ ജോലിക്കാർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് മെൻ്റലി ഫിസിക്കലി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ. അതിൻ്റെ പിന്നിൽ വേറെ രഹസ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം വെജിറ്റബിൾ ആകട്ടെ, ഒരു ഓൺലൈൻ പർച്ചേസോ മറ്റുള്ള പർച്ചേസോ ഒന്നുമില്ല, ലൈവായിട്ട് മാത്രം. ഞങ്ങൾ ലൈവായിട്ടേ പർച്ചേസ് ചെയ്യും. രണ്ടാമതൊരു കാര്യം, ചിക്കന്, ഫിഷ്, മറ്റുള്ള സാധനങ്ങൾ അതും ഞങ്ങൾ ലൈവായിട്ടേ ചെയ്യും. ഓൺലൈൻ കാര്യം, കാരണം ഇന്ന് എല്ലാം കച്ചവടം മാറി മറിഞ്ഞ് എല്ലാം ഓൺലൈനും കാര്യങ്ങളും. പക്ഷേ ഓൺലൈനിൽ അവർക്ക് ഒറ്റ ക്വാളിറ്റിയെ തരാൻ പറ്റും, പല ക്വാളിറ്റി തരാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇതൊക്കെ, അപ്പോൾ അതിനെല്ലാം ഫിസിക്കലി ഇന്ന് ഒരു പരമാവധി കച്ചവടക്കാരും ഇത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഷോർട്ടായിട്ട് ഓൺലൈൻ പർച്ചേസ് മറ്റുള്ള. ഇപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ പിന്നിലുള്ള അതിൻ്റെ മസാലക്കൂട്ടുകൾ, ഇപ്പോൾ മുളക് പൊടിയാട്ടെ, ഗരം മസാലയാട്ടെ, അല്ലെ കുരുമുളക് പൊടികളാട്ടെ, ഇതെല്ലാം നമ്മൾ സ്വന്തം ഓണായിട്ട് പൊടിക്കുക എന്നല്ലാതെ പിന്നെ ഈ പാക്കറ്റ് സാധനങ്ങളെ ആശ്രയിക്കാതെ പരമാവധി. പിന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ സോസുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി, ഏത് സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാലം പല പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ക്വാളിറ്റികളുണ്ട്, ഐറ്റംസ്. അത് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ ഉണ്ട്. ആ സാധനം നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഏത് ഔട്ട്ലെറ്റിലും നമ്മൾ ആ സാധനം ഉപയോഗിക്കും. ഇപ്പം നമ്മൾ ചിലപ്പോൾ കുറച്ച് അപ്പുറം പോയാൽ ബ്രാൻഡ് മാറും, പക്ഷേ ക്വാളിറ്റി ആ സാധനം മാറില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഗരം മസാല ഇതൊക്കെ നമ്മൾ ഓണായിട്ടാണ് എന്താക്കുന്നത്, പൊടിക്കുന്നത്, ഇതാക്കുന്നത് ഒക്കെ. അതായിരിക്കാം ഇതുവരെ നമ്മളെ ഈ കച്ചവടം വലിയ എന്താ പറയുക, ജനങ്ങളിൽ ഒരു വലിയൊരു എതിർപ്പില്ലാതെ നല്ല രീതിയിൽ ഇത്ര കാലം കൊണ്ടുപോകാൻ പറ്റിയത്. അപ്പോൾ അബൂക്ക, നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോട്ടൽ ഫീൽഡിലേക്കുള്ള വരവ്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏകദേശം എത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഹോട്ടൽ ഫീൽഡിലേക്ക്? അതും കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിനെപ്പറ്റി പറയുമ്പോൾ നമ്മളെ പൂർവികരെ പറ്റി പറയേണ്ടി വരും. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1938 മംഗലാപുരം ഞങ്ങളുടെ ഉപ്പാൻ്റെ കാരണോട് സെൻട്രൽ കഫേ എന്ന് പറയുന്ന ഹോട്ടൽ, ഒരു ചെറിയ ഹോട്ടലാണ്, ഒരു 4 ടേബിളുള്ള ചെറിയൊരു ഹോട്ടൽ തുടക്കം കുറിച്ച്. അവിടുന്ന് കാരണോടായിരുന്നു മറിഞ്ഞ് എൻ്റെ വാപ്പാൻ്റെ അടുത്തെത്തി. പിന്നെ നമ്മൾ മംഗലാപുരമായിരുന്നു, പിന്നെ ഏകദേശം പറഞ്ഞാൽ 2002 വരെ. അപ്പം ഞാൻ 8ാം ക്ലാസ് ഹാഫ് ഇയർ
വരെ പോയിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം പോയിട്ടില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അവിടുന്ന് മുതൽ എൻ്റെ വാപ്പ പറഞ്ഞു ഓക്കെ സ്കൂൾ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ ഹോട്ടലിലേക്ക്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പണി എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക, പ്ലേറ്റ് കഴുകുക, ഇത്. അപ്പോൾ അന്നേരം അതെ ഒരുപാട് സ്ഥാപനം ഉണ്ടായിരുന്നു ഉപ്പാക്ക് അന്ന്. പക്ഷെ എന്നിട്ടും എനിക്ക് എൻ്റെ ശരിക്കുള്ള അറിവ് ശരിയാണെങ്കിൽ 2-3 കൊല്ലം എൻ്റെ തൊഴിൽ ഇതായിരുന്നു. ക്ലീൻ ആക്കുക, തുടക്കുക, പിന്നെ കൗണ്ടറിൽ ആളില്ലെങ്കിൽ കൗണ്ടറിൽ നിൽക്കുക. അങ്ങനെ ഒരു 15-16 വയസ്സാകുമ്പോൾ അരവിനാളില്ലെങ്കിൽ അരവിൽ നിൽക്കുക. അപ്പോൾ അന്നെല്ലാം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ. കാരണം ഇത്രയും സ്ഥാപനം ഉണ്ട് എൻ്റെ ഉപ്പാക്ക്, ഇത്രയൊക്കെ ഇതെല്ലാം ഉണ്ട് ഉപ്പാക്ക്. പക്ഷെ എന്നിട്ടും ഞാൻ ഒരു ജോലിക്കാരനെ പോലെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെയാണ് ഞാൻ കച്ചവടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ശരിക്കും തുടങ്ങിയത് 87-ലാണ്. 87-88 ഉപ്പ ഒരു പുതിയ ഹോട്ടൽ എടുത്തപ്പോൾ ഈ സെൻട്രൽ കഫ് എന്നോട് നടത്താൻ പറഞ്ഞു. അവിടുന്ന് കപ്പയും കഞ്ഞിയും വെച്ചിട്ടാണ് എൻ്റെ തുടക്കം. പിന്നീട് എൻ്റെ ഉപ്പ സുഖയില്ലാണ്ടായി, 93 ക്യാൻസറായി. അപ്പോൾ ഉപ്പാൻ്റെ ഹോട്ടൽ അവിടുന്ന് ഏറ്റെടുത്ത് അവിടെ മുതലാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ട്, അതുവരെ ഇങ്ങനെ ഈ പണികളും കാര്യവും പിന്നെ ഇതെല്ലാം ആയിട്ടാണ് നമ്മളെ തുടക്കം ഉണ്ടായത്. പക്ഷെ പിന്നീട് ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ വാപ്പ അന്ന് ആ 4-5 കൊല്ലം എനിക്ക് തന്ന വർക്കും ഇന്നത്തെ 100 കോടി മൂല്യത്തിനെക്കാട്ടിയും വലിപ്പ. കാരണം ഇന്ന് ഏത് ജോലിക്കാരൻ്റെ ഒക്കെ ഇറങ്ങി പണിയെടുക്കുന്നതിന് മടിയില്ല, അവർക്ക് ട്രെയിൻ ചെയ്യാൻ മടിയില്ല. ഇത് ഹോട്ടലിൻ്റെ ഏത് ബേസിലുണ്ടോ ആ ബേസ് മുതൽ അതിൻ്റെ എൻഡ് വരെ ഏത് വർക്കിനും. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്കും കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ അങ്ങനെ പോയി 2000 അതിലിടയ്ക്ക് ഞാൻ മുംബൈയിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 2-2.5 കൊല്ലം എൻ്റെ വാപ്പാൻ്റെ മരണം തന്നെ വിഷമിപ്പിച്ചപ്പോൾ പിന്നെ അവിടുന്ന് തിരിച്ച് വന്ന് വീണ്ടും മംഗലാപുരം തന്നെ. അപ്പോൾ മംഗലാപുരം എന്തോ മാനസികമായിട്ട് വാപ്പാൻ്റെ മരണം എന്നെ വല്ലാണ്ട് അലട്ടി. അങ്ങനെയാണ് 2003 കാലഘട്ടത്തിൽ ബാംഗ്ലൂരേക്ക് വരുന്നത്. അപ്പോൾ ഈ മംഗലാപുരം വിട്ടതിന് ശേഷം ആണോ അങ്ങോട്ട് ബാംഗ്ലൂരേക്കുള്ള ചുവടുവയ്പ്, അല്ല അതിന് ശേഷം വേറെ എങ്ങോട്ട് പോയോ? ഇല്ല, എവിടത്തേക്കും പോയിട്ടില്ല. അതിലും ഒരു യാദൃശ്ചികതയാണ്. 2003 മംഗലാപുരം എനിക്ക് ചെറിയ പാളിച്ചകളൊക്കെ പറ്റി. അപ്പം നമ്മൾ മംഗലാപുരം ഒന്നാമത് മാനസികമായിട്ട് ഞാൻ ഒരു ഇതിൽ, അങ്ങനെയാണ് ബാംഗ്ലൂരേക്ക് എനിക്കൊരു ഹോട്ടൽ ഫീൽഡ്. കാരണം ശരിക്കും പറഞ്ഞാൽ പോകും തോറും ഈ പണ്ടൊക്കെ ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥതയാണ്. തൊഴിലാളികളായാലും മുതലാളിയായാലും അവിടുത്തെ ഓരോ തൊഴിലാളിയും അവിടുത്തെ മുതലാളിനെ പോലെയാണ്. പോകെ ഈ 95, 98, 2000 കാലഘട്ടത്തിൽ ഈ ആത്മാർത്ഥത എന്ന് പറയുന്ന സാധനം ഇവരിൽ കുറഞ്ഞു വന്നു. അപ്പം ഞാൻ പിന്നെ ഇനി ഈ ഫീൽഡ് വേണ്ട, കാരണം നമ്മൾ അങ്ങനെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ എന്തെങ്കിലും വേറെ ഒരു പുതിയതായിട്ട് നോക്കാമെന്നുണ്ട് ബാംഗ്ലൂർ എന്താക്കി ഒരു ബേക്കറിയിലേക്ക് എത്തിപ്പെട്ടു. അപ്പോൾ ഞങ്ങളെ കുടുംബചരിത്രം പരിശോധിച്ചാൽ ഈ ഹോട്ടലാണ് ഞങ്ങൾക്കെല്ലാം തന്നത്. പിന്നെ അള്ളാഹ് നമുക്ക് ജീവിതം തന്നതിന് ശേഷം വരുമാന മാർഗ്ഗമാകട്ടെ മറ്റുള്ളതാകട്ടെ. അപ്പോൾ ഇവിടെ വന്ന് ബേക്കറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ബേക്കറി കൊണ്ടുണ്ടാവില്ല, നമ്മളാ ജീവിച്ച ശൈലിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ പോയേ പറ്റൂ. അങ്ങനെയാണ് യാദൃശ്ചികമായി HAL എയർപോർട്ടിൽ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-16 ആൾ നടത്തി വിഷമിച്ച് ബുദ്ധിമുട്ടിയ ഒരു സ്ഥാപനം യാദൃശ്ചികമായിട്ട് എനിക്ക് വളരെ ഒരു ലോ ബഡ്ജറ്റിൽ കിട്ടുന്നു. അങ്ങനെയാണ് HAL എയർപോർട്ടിൻ്റെ ഉള്ളിൽ ബഗീജ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അവിടുന്ന് എൻ്റെ സെക്കൻഡ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2003 എൻ്റെ 4 തുടക്കത്തിലായിരിക്കും. അവിടുന്ന് വീണ്ടും വന്നപ്പോൾ ഉള്ള കഷ്ടപ്പാടൊന്നും പറയാതിരിക്കലാണ് നല്ലത്. കാരണം 10-16 ആൾ അറിവുകേടൊന്നും പൊട്ടിപ്പോയതല്ലല്ലോ. അവരും കഴിവുള്ളവരാണ്, അവരെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചവർ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലേക്ക് യാദൃശ്ചികമായി അതിൻ്റെ ഓണർ സുരേന്ദ്ര റെഡ്ഡി എന്ന അയാളുടെ പേര്. അപ്പോൾ അയാൾ ശരിക്കും എന്നോട് ഫ്രീ ആയിട്ട് എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഫ്രീ ആയിട്ട് എടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ, ചിലപ്പോൾ നമ്മുടെ കഷ്ടപ്പാട് വിയർപ്പിന് ഒന്ന് ഉഷാറായിട്ട് പിന്നെ അവർ പറയുന്ന വാടകയും കാര്യവും കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് പറ്റൂല, നിങ്ങളൊരു വാടക നിശ്ചയിക്കണം, അഡ്വാൻസ്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കരാറുണ്ടായത്. അങ്ങനെ അവിടെ ഒരു 5-8 മാസം കൊണ്ട് നമ്മളെ എല്ലാവരും കഷ്ടപ്പാടും ഇതെല്ലാം കൊണ്ട് കച്ചവടം മാറി മറന്നു. പിന്നെ അവിടുന്ന് ഒരു എന്താ പറയുക ഒരു തേരോട്ടായിരുന്നു. ഒരുപാട് ബ്രാഞ്ചുകളും കാര്യങ്ങളും. അവിടുന്ന് പിന്നെ കോയമ്പത്തൂരേക്ക് പോയി, തിരുപ്പൂരേക്ക് പോയി. ഇത് അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ കുദറത്തുമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കച്ചവടത്തിനെ പറ്റിയിട്ട് ഇത്ര കാലത്തെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഈ കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ അറിവെന്താന്ന് അള്ളാഹ്ക്കേ അറിയാം. ഇതൊരു കടലാണ് സംഭവം. ഇത്
ഇതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, അതിൻ്റെ പ്രതിഫലം അള്ളാഹ് തരും. കാരണം ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, ഇതിൽ ഞാനടക്കം ആരെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. അതായത് നമുക്ക് എവിടെയോ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ ടേസ്റ്റിലാവാം, അല്ലെങ്കിൽ നീറ്റിലാവാം, ഹൈജീനിലാവാം, എവിടെയോ. കാരണം മനുഷ്യൻ എന്തായാലും ഫുഡ് നിർബന്ധം, ഭക്ഷണം നിർബന്ധം. പിന്നെ ഏതെങ്കിലും കാട്ടുകുറ്റിയിൽ പോയിട്ട് ഹോട്ടൽ എടുത്തിട്ട് വിജയിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ പരമാവധി വിജയിക്കാതിരിക്കണമെങ്കിൽ നമ്മളെടുത്ത് എന്താവണം, ആ പിഴവ് എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് ബഗി ചെന്ന് കഴിഞ്ഞ് ദേവനഹള്ളി എയർപോർട്ടിലേക്ക് പോയി. ദേവനഹള്ളിയിൽ നിന്ന് പിന്നെ ടാറ്റ കമ്പനി, TCS ടാറ്റ കൺസൾട്ടൻസിയിൽ ഒരു 10-12 കൊല്ലം ഉണ്ടായിരുന്നു. ITPL സിംഗപ്പൂർ ITPL കമ്പനിയിൽ ഉണ്ടായിരുന്നു ഒരു 10 കൊല്ലത്തോളം. അങ്ങനെ പിന്നെ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടൽ അങ്ങനെ എത്തി അൽഹംദുലില്ലാ ഇവിടം വരെ എത്തി. ഇത് അങ്ങനെയാണ് ഈ ഹോട്ടൽ. അതെ, അബൂസ് എൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചിട്ട് പിന്നെ ആദ്യം 2012 ഞാൻ അബൂസ് ഹോസ്പിറ്റാലിറ്റി സർവീസസ് എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചു. അപ്പോൾ ആ കമ്പനീൻ്റെ കീഴിലായിരുന്നു TCSലൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് പിന്നെ യാദൃശ്ചികമായി ഇവിടെ ഈ സൈറ്റ് കിട്ടുന്നതും. ഇത് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് പേരിടുക എന്നുള്ള ഇതിലാക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ തന്നെ പറഞ്ഞ്, ആക്ക ഒരുപാട് കാലം ഉണ്ടായില്ല, ഇനി ആക്കാൻ്റെ പേര് തന്നെ ഇരിക്കട്ടെ, അബൂസ്. എൻ്റെ കുട്ടികളാണ് നിർദ്ദേശിച്ചത്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഒരു ആത്മസുഹൃത്ത്, എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിൽ ഉണ്ടായ ഒരു മുഖ്യ ഘടകം, എൻ്റെ ബാക്ക് ബോൺ തന്നെ പറയേണ്ടത് എൻ്റെ ജോണി എന്ന് പറയും. എൻ്റെ കൂടെ 96-97 കാലഘട്ടത്തിൽ കൂടിയതാണ്. 2018 മൂപ്പർ മരണപ്പെട്ടു. അപ്പോൾ ഓനെ നമിച്ചാലും ഓന എന്ത് പറഞ്ഞാലും, കാരണം എൻ്റെ ഇതെല്ലാത്തിൻ്റെ ഉപദേശ നിർദ്ദേശകനും എന്താ പറയുക, എൻ്റെ വാക്കുകൾക്ക് അധീനമാണ്. എൻ്റെ ഏത് വിജയത്തിൻ്റെ, എൻ്റെ ഏത് പരാജയത്തിൻ്റെ ഇതിലും പിന്നെ എൻ്റെ ജോണിയാണ് തോളോട് തോളുണ്ടായത്. അതിൽ ഒരുപാട് എൻ്റെ കുട്ടികളുമുണ്ട്. അതായത് ഒരുപാട് ടീമംഗങ്ങളുടെ എന്നെ സഹായിച്ച ഒരുപാട് ജോലിക്കാരുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ നിന്ന് ജോലിക്കാർ ഇന്നും 15, 20, 25 വർഷങ്ങളുള്ള കുട്ടികൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇതിനും അങ്ങേയറ്റം ഇതുണ്ട്. പക്ഷേ ഈ ജോണീൻ്റെ ഇത് വിലമതിക്കാത്ത, തോളോട് തോള് നിന്ന് നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റ് ആവട്ടെ, ക്വാളിറ്റി ആവട്ടെ, മായങ്ങൾ കലരാതെ എങ്ങനെ കസ്റ്റമറിലേക്ക് എത്തിക്കാം, ഇതിൻ്റെ ഒരു മുഖ്യ ഘടകമായിരുന്നു ജോണി. അപ്പോൾ ജോണിയുടെ യാത്ര ഇന്ന് അതിൻ്റെ കഷ്ടപ്പാട് ഞാൻ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു ഹോട്ടൽ ഇപ്പോൾ അബൂഖാൻ്റെ അല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വിയർപ്പുകളുണ്ട്. മോരി മുതൽ ഇത് ആ മക്കളെയൊന്നും ആ ടീമിനെയൊന്നും നമുക്കൊരിക്കലും നമിക്കാനോ അവരെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലായാലും സ്റ്റേജിലായാലും നമ്മളെന്ന വ്യക്തിയാണ് ഉണ്ടാകുക. പക്ഷേ നമ്മളെന്നൊരു വ്യക്തിയല്ല. ഇതെന്ന് പറയുന്ന വലിയൊരു ടീം വർക്കാണ്. അതിൽ പിന്നെ നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം കഷ്ടപ്പെട്ട് ചിലപ്പം പ്ലേറ്റുകാരുണ്ടാവാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഉണ്ടാവാം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ആരൊക്കെ ഉണ്ട് നമുക്ക് അറിഞ്ഞൂടൂ, അള്ളാഹ്ക്കേ അറിഞ്ഞൂടൂ. അതായത് അള്ളാഹ്ക്ക് മാത്രമേ അവർക്ക് പ്രതിഫലം കൊടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ നന്ദി കെട്ടവരാണല്ലോ. അവരെത്ര നന്മ ചെയ്താലും ഒരു തിന്മ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതെല്ലാം മറന്നു, അവരെ നന്മകളെല്ലാം മറന്ന് ഈ തിന്മക്കാണ് നമ്മൾ എന്താക്കുക പ്രതികരിക്കുക. അപ്പോൾ അതിൽ അങ്ങനെയാണ് ഈ ഹോട്ടൽ ലൈഫ്. ഇത് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള പാതകളിൽ കൂടി കടന്നിട്ടാണ് അൽഹംദുലില്ലാ ഇപ്പോഴുള്ള ഈ അബൂസിൽ ഇങ്ങനെ ഒത്തിരി. ജോണിയായിട്ട് ഇത്രത്തോളം ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള കാരണം എന്തെങ്കിലും വെളിപ്പെടുത്താൻ പറ്റുമോ? ജോണിയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ 96-97 കാലഘട്ടത്തിലാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ 86-87 ഞാനും ജോണിയായിട്ട് പരിചയപ്പെടുന്നത്. എവിടെ വെച്ചിട്ടാ? മംഗലാപുരത്ത്. അതായത് ജോണി നാഷണൽ ദർബാർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ പൊറോട്ടക്കാരനായിരുന്നു. അങ്ങനെ ഒരു 90 കാലഘട്ടം മുതൽ ഇവന് എൻ്റെ കൂടെ ഹോട്ടൽ അവിടെ നിന്ന് ജോലി വിട്ട് ഞങ്ങളുടെ ഹോട്ടലിൽ വന്ന് നിൽക്കും, ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ജോലി വിട്ട് അവിടെ പോയി നിൽക്കും. അങ്ങനെ എൻ്റെ വാപ്പാൻ്റെ മരണം 96. അപ്പോൾ ആ നല്ലൊരു അടുപ്പം. അപ്പോൾ പക്ഷെങ്കിൽ അങ്ങ് ആഴത്തിൽ എന്തായിട്ടില്ല, ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുന്ന ഒരു സമയം ഒരു 93-94 ഉപ്പാക്കി അസുഖം വന്ന് ബാധിച്ചപ്പോൾ ഞങ്ങളെ ഹോട്ടൽ ചെറിയ പ്രതിസന്ധിയിലായപ്പോൾ അവിടെ നെടുന്തൂണായിട്ട് നിന്നത് ജോണിയായിരുന്നു. ഓൻ തന്നെ കുക്ക്. ആദ്യം ഓന്
കുക്കാണെങ്കിൽ സ്നാക്സ് ഇടില്ല, സ്നാക്സ് ആണെങ്കിൽ പൊറോട്ട ഇടില്ല. അപ്പോൾ നമ്മൾ പ്രതിസന്ധിയിലാന്ന് കണ്ടപ്പോൾ ഇവൻ തന്നെ കുക്ക്, ഇവൻ തന്നെ സ്നാക്സ്, ഇവൻ തന്നെ പൊറോട്ട. അങ്ങനെ പിന്നെ 96 ഉപ്പാൻ്റെ മരണത്തോടു കൂടി ഞങ്ങൾ മംഗലാപുരം കാലിയാക്കിയ സമയത്ത് ഞാൻ ബോംബെയിലേക്ക് യാദൃശ്ചികമായി ബോംബെ പോയപ്പോൾ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വളരെ വിഷമിച്ചിരുന്നു. ആ സമയത്ത് ഇവന് എവിടുന്നോ ഞാൻ അവിടെ ഉള്ള അറിഞ്ഞ് ഓടി വന്ന് എൻ്റെ കംപ്ലീറ്റ് എന്താ പറയുക, എനിക്ക് വേണ്ട ഭക്ഷണമാകട്ടെ, റൂമാകട്ടെ, കാര്യങ്ങളാകട്ടെ, മംഗലാപുരം ഓൻ്റെ മുതലാളി എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ അപ്പുറം ഞാൻ തന്നെ പെട്ടെന്ന് അന്തിച്ചു. എത്രയോ ജോലിക്കാരെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലൊരു വ്യത്യസ്തനാണ് ജോണി. അങ്ങനെ അവിടുന്ന് പിന്നെ വീണ്ടും ഞങ്ങളൊരു അഗാധമായ ബന്ധം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ജോണിനെ കൊണ്ടുവരാമെന്നില്ല, എൻ്റെ കൂടെ നിലനിർത്തുക എന്നുള്ളത്. അങ്ങനെ ജോണിനെ കൊണ്ടുവന്ന് പിന്നെ ഓനൊരു ജോലിക്കാരനായിട്ടല്ല, എൻ്റെ ഹോട്ടലിലുള്ള ഏത് ഫുഡിൻ്റെ മേഖലയിലും, ഇപ്പോൾ ചായക്കാരനാവട്ടെ, അല്ലെങ്കിൽ ക്ലീനാക്കുന്നവനെ, അല്ലെങ്കിൽ പ്ലേറ്റ് മോരി കീഴിലുള്ള ആളാകട്ടെ, അവർക്കൊക്കെ ട്രെയിനിങ് ചെയ്യുക എൻ്റെയും ജോണീൻ്റെയും പണിയാണ്. ഞാൻ അല്ലെങ്കിൽ ജോണി. എനിക്കിപ്പോൾ കുക്കില്ല, ഓൻ തന്നെയാണ് കുക്ക്. എൻ്റെ മെയിൻ കുക്ക്, എൻ്റെ അടുത്ത് നിന്നതിൽ ഏറ്റവും ടോപ്പ് ആൻഡ് ടോപ്പ് കുക്ക് ഓനാണ്, ടോപ്പ് ആൻഡ് ടോപ്പ് പൊറോട്ട മാസ്റ്റർ ഓനാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരുപാട് കുട്ടികളെ ഇന്നും ഓന് മരിച്ച സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 200-300 ശിഷ്യന്മാരാണ് വന്ന് ഓൻ പഠിപ്പിച്ച് വിട്ട കുട്ടികൾ. അപ്പോൾ ഒരുപാട് കുട്ടികളെ നമ്മളെ പണി ചെയ്തായിരുന്നു. ഇങ്ങനെ നാട്ടിൽ നിന്നൊന്നും നമ്മളെന്താക്കില്ല, നാട്ടിലെല്ലാം വലിയ ശമ്പളം, വലിയ ഇതൊക്കെ പറയുന്നുണ്ട്. ഇവിടെയുള്ള നമ്മളെ മക്കളെ, നമ്മളെ കൂടെ നിൽക്കുന്ന മക്കളെ നമ്മൾ എക്സ്പീരിയൻസ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുണ്ടോന് ഇത്. പിന്നെ എൻ്റെ മുതലിന് പിന്നെ എന്നെക്കാട്ടും സൂക്ഷ്മതയാണ് ഓൻ പുലർത്തുക. അത് ഗ്യാസായാലും ഭക്ഷണം വേസ്റ്റ് ചാടുന്നതിനായാലും. അങ്ങനെ എന്താ പറയുക, ശരിക്കും ഓനെപ്പറ്റി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കൂടെ തോളോട് തോള് ഇത്. അതിപ്പം കച്ചവടത്തിൽ മാത്രമല്ല, എനിക്കിപ്പോൾ ഒരു അസുഖം വന്നു ഇത് അപ്പോഴത്തേക്ക് എനിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷയും ഏറ്റെടുക്കും. ഇനിയിപ്പോൾ എൻ്റെ ഗസ്റ്റുകൾ വന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന്, ഞാൻ ആ ഭാഗം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ജോണി എന്തായിക്കോളും, സമാലി ചെയ്തോളും. അപ്പോൾ അങ്ങനത്തെ ജോണിയാണ്. അപ്പോൾ ഓൻ വിട പറഞ്ഞ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്താക്കുന്നുണ്ട്, അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇത് എന്തായിരുന്നു ജോണി എന്നുള്ള എനിക്ക് ഓൻ ജീവിച്ചിരിക്കെ ശരിക്കും അതിനെ മനസ്സിലായില്ല. എന്തായിരുന്നു ജോണി എന്നുള്ള ജോണിയുടെ മരണശേഷമാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഓൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത്. ഇത് കണ്ണു പോയാലാണല്ലോ കണ്ണിൻ്റെ ഇതറിയാമെന്ന് പറഞ്ഞതുപോലെ ശരിക്കും ജോണി എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പണിക്കാർ ഇപ്പോൾ ഇന്ന് വന്ന പണിക്കാർ നാളെ കാണുന്നില്ല, അല്ലെങ്കിൽ നാളെ വന്നവനെ മറ്റന്നാൾ കാണുന്നില്ല. ഞങ്ങൾ തന്നെ ഇപ്പോൾ കിച്ചണിലൊക്കെ കുറച്ച് പേരെ പരിചയപ്പെട്ടപ്പോൾ ഒരാൾ 20 വർഷമായിട്ടുണ്ട്, ഒരാൾ 25 വർഷമായിട്ടുണ്ട്, മറ്റോ 18 വർഷമായിട്ടുണ്ട്. അത് എല്ലാവരും കൂടുതലും 10 വർഷത്തിന് മേലുള്ള ആൾക്കാരൊക്കെയാണ് ഉള്ളത്. അത് എങ്ങനെ നിങ്ങൾ ഇവരെ കൊണ്ടുവന്ന് എങ്ങനെ? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലിക്കാർക്ക് ഇന്ന് വരെ ഞാൻ അവർക്ക് മാനസികമായിട്ട് ഒരു ഓണർ വർക്കർ എന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കില്ല. ഇന്ന് വരെ നമ്മുടെ ഒരു ടീം വർക്കാണ് കച്ചവടം, ഒരു ടീം വർക്കാണ്. അവരെ വർക്ക് ചെയ്യുന്നു, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു. ഇനി അവർക്ക് വിഷമമുണ്ടെങ്കിൽ അതിൽ കൂടി ഞാൻ എന്താക്കും, അവരെ സഹായിച്ചിട്ട്. ഇത് ഇപ്പോൾ എൻ്റെ വർക്ക് പോലും ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഫൈനാൻഷ്യലായാലും അക്കൗണ്ടിങ് ആയാലും. പക്ഷെ അവരെ വർക്കിൽ എനിക്ക് എന്താക്കാം. പിന്നെ ഒരുവിധം കുട്ടികൾ നിങ്ങളിപ്പം കണ്ട 20 കൊല്ലമായിട്ടുള്ള ആളുണ്ട്, 15 കൊല്ലമായിട്ടുള്ള ആളുണ്ട്, 25 കൊല്ലമായിട്ടുള്ള ആളുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇവർക്കൊക്കെ ഗുരു ഞാളായിരുന്നു, ഈ ഞാനും ജോണിയും. ഇത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കർ നമ്മളെ കൂടെ ഇങ്ങനെ പെർമനൻ്റായിട്ട് നിൽക്കുന്ന അവർക്കൊരു സുരക്ഷ. അവർ വരുന്നത് എന്താ, പിന്നെ ഭക്ഷണം, ശമ്പളം. അപ്പോൾ ഇത് മര്യാദയ്ക്ക് ഈ ഓണറെ അടുത്ത് നമ്മൾ സേഫ്റ്റി ആണ് എന്നുള്ള ഒരിത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താക്കും. കാരണം പ്രത്യേകിച്ച് ഈ ഹോട്ടൽ വർക്കർ, ഈ നോർത്ത് ഇന്ത്യൻസ് എന്നെല്ലാം പറയുമ്പോൾ അവരൊരു ഭയത്തോട് കൂടിയിട്ട് നമ്മളെടുത്ത് വരിക. ഇതെങ്ങനത്തെ മുതലാളിയാ, ശമ്പളം തരുമോ തരൂലേ, അടി കിട്ടുമോ, ചീത്ത പറയുമോ. അപ്പോൾ നമ്മളിരുന്ന് അവർ നമ്മളെ മുൻകാലം എന്ന പണിക്കാർ പോയിട്ട് അവരെന്താക്കും, നമ്മളെ ഹിസ്റ്ററി ചോദിച്ചറിയും. അപ്പോൾ അവർക്ക് നല്ല ഹിസ്റ്ററി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അൻവർ ചോദിച്ച പോലെ എൻ്റെ അടുത്ത് വളരെ ഒരു 10 ഈ എത്രയോ ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അബൂക്കാക്ക് ഈ ഹോട്ടൽ ഫീൽഡിൽ പണിക്കാർക്ക് ടൈറ്റൊന്നും ഇല്ലേ ഇത്, കാരണം ഇഷ്ടംപോലെ അബൂക്ക വിളിക്കാനൊന്നുമില്ല, നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു 10% സ്റ്റാഫേ, ഒരു സമയത്ത് എൻ്റെ അടുത്ത് 350ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. 6 സ്ഥാപനങ്ങളും 350ഓളം സ്റ്റാഫുണ്ട്. അന്ന് ഒരു 10% സ്റ്റാഫിന് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഹൗസ് കീപ്പിംഗ് സെക്ഷൻ കുട്ടികൾ
അങ്ങനെയുള്ള ഒരു മേഖലയിലല്ലാണ്ട് മാസ്റ്റർമാരുടെ മേഖലയിലോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർ പോകും, അവർ തന്നെ വേറെ ആളാക്കി തരും. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. ഇത് എൻ്റെ ഒരു പിന്നെ വിജയമൊന്നും അല്ലെ അബൂക്ക ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ അതൊരു പാവായി പോകും. എൻ്റെ ആ കുട്ടികൾ അവരുടേതായ മാനേജ്മെൻറ്റ് മുതൽ മോരിക്കാർ വരെ അവരുടേതായ സമർപ്പണം ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്, അബൂക്ക ഇരുന്ന് സംസാരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് കൂടാതെ ബാംഗ്ലൂർ സിറ്റിയിൽ വേറെ എവിടെയെങ്കിലും ബ്രാഞ്ചുകൾ അങ്ങനെ? നമ്മളെ പിന്നെ ഡയറക്റ്റ് കമ്പനീൻ്റെ തന്നെ കീഴിൽ ആദ്യം 6 സ്ഥാപനം, ഇപ്പോൾ കൊറോണയിൽ പിന്നെ 4-5 സ്ഥാപനം എന്തായിപ്പോയി. ഇപ്പം നമ്മളെ സഹോദര സ്ഥാപനം, നമ്മളെ പാർട്ട്ണർ, നമ്മളെ അനുജന്മാരും എല്ലാം ആയിട്ടുള്ള എബ്ബാളുണ്ട്, ട്രീറ്റ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഡൈൻ ബെൽ, ഇത് ആ ഡൈൻ ബെൽ സർജാപൂർ, ഡൈൻ സ്പോട്ട്, എയർപോർട്ട് റോഡ്, അങ്ങനെ പിന്നെ അങ്ങനെ ഇതെല്ലാം നമ്മളെ സഹോദര സ്ഥാപനങ്ങളാണ്. ഇത് ട്രീറ്റ്, എബ്ബാളുള്ള ട്രീറ്റ്, ഇതെല്ലാം നമ്മളെ പിന്നെ ചന്താപുര ഈറ്റ് ആൻഡ് മീറ്റ്, ഇത് അബൂസ്, ഇതൊക്കെ നമ്മുടെ ഫുഡ് മാജിക്, മാർത്താഹള്ളി, ഇതെല്ലാം നമ്മളെ സഹോദര സ്ഥാപനങ്ങളാണ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളെ ഏറ്റവും വലിയ ബാക്ക് ബോണും നമ്മളെ പാർട്ട്ണറുമാണ്, മെയിൻ പാർട്ട്ണറാണ് നിഷാന്ത് ദേവനഹള്ളി. എൻ്റെ എന്താ പറയുക, ജോണിയെ പോലെ എന്നെ ഇത് എല്ലാം കൊണ്ടും പിന്നെ നമ്മൾ മൂപ്പറുമായിട്ട് പല പരിപാടിയിലും ഉണ്ട്. എന്താ പരിപാടി? മൂപ്പർ ബേക്കറി ഫീൽഡാണ്. അവരൊരു ടീം വർക്കുണ്ട്, അതിൽ പ്രകാശ് ഏട്ടൻ, സൈത്ത്, അവരൊരു ടീമാണ്, ശനി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ, സഹോദര സ്ഥാപനങ്ങളുണ്ട്. പിന്നെ മദനപ്പള്ളി അങ്ങനെയുള്ള അവരാണ് ഇന്ന് നമ്മുടെ മെയിൻ ആയിട്ട് കൂടെയുള്ള ഇത് മെയിൻ പാർട്ട്നേഴ്സ്. പിന്നെ അതുമല്ല ഹാർട്ട്ഫുള്ളി അങ്ങനെയാണ് ഇത് ജോണിനെ എങ്ങനെ പരാമർശിച്ചോ അതുപോലെയാണ് ഇപ്പോൾ ഇപ്പുറത്ത് നിശാന്ത് ഏട്ടൻ എനിക്ക് തരുന്ന സപ്പോർട്ടുകൾ. അതേത് കാര്യത്തിലായാലും. അപ്പോൾ അബൂക്ക, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ ഈ ഹോട്ടൽ ജീവിതം നിങ്ങൾക്ക് സന്തോഷം മാത്രമേ വന്നിട്ടുള്ളൂ, അതോ ദുഃഖവും കയറി വന്നിട്ടുണ്ടോ ഇടയിൽ കൂടെ? എന്താ പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചാൽ ഒരു കറക്റ്റായ ഒരു ഉത്തരം തരാൻ പറ്റില്ല. എനിക്കെല്ലാം തന്നത് എൻ്റെ ഹോട്ടൽ ജീവിതമാണ്. അതിൽ നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പ്, മുളക് പൊടി, അത് കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. അതുപോലെ ഇതിൽ സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, വിഷമമുണ്ട്. ചിലപ്പോൾ ഈ പരിപാടിയെ മാണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് നമുക്ക് സൂയിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം അങ്ങനത്തെ ക്രിട്ടിക്കൽ സ്റ്റേജെല്ലാം വരും. അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്തേ പറ്റും നമ്മൾ. പക്ഷെ എന്ത് തന്നെയായാലും ഹോട്ടൽ കച്ചവടം ഒരു കലയാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇതിനെപ്പറ്റി അറിഞ്ഞവന് അല്ലാണ്ട് ദുനിയാവിലൊരാളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഈ 10-38 കൊല്ലമായിട്ടും ഈ കച്ചവടത്തിൻ്റെ എന്താണ് കച്ചവടം എന്നുള്ള എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോൾ അതിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ ഫീൽഡ്. ജസ്റ്റ് അൽഹംദുലില്ലാ ഞാൻ വളരെ സന്തോഷവാനാണ്. പക്ഷേ ഇതിനെ മനസ്സിലാക്കി ഇതൊരു ഭയങ്കര ഒരു കലയാണ്. ഇതിൻ്റെ അത്ര നമ്മൾ മെൻ്റലി എന്ത് വിഷമത്തിൻ്റെ ഇടക്കും അത് ഇങ്ങനെ ആയി വരുമ്പോൾ അതൊരു സന്തോഷം. അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഒരു ഭാഗം ഭക്ഷണം വേസ്റ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കുക പരമാവധി. നമ്മൾ ഏത് ഹോട്ടലിൽ നോക്കിയാലും ഭക്ഷണത്തിൻ്റെ മഹത്വം ആദ്യം ജോലിക്കാരെ പറഞ്ഞു പഠിപ്പിക്കും. പിന്നെ ഏറ്റവും എൻജോയ് ഉള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ, മനസ്സിന് ഭയങ്കര കുളിർമ നൽകുന്ന ഒരു ഭാഗം, നമ്മളെ കസ്റ്റമർ കഴിച്ച് അവരെ പ്ലേറ്റ് നോക്കുക, തുടച്ച് കഴിച്ച് അവർ വരുമ്പോൾ ഒരു പുഞ്ചിരിയും അബൂക്ക അപ്പോൾ അത്രത്തോളം മനസ്സിനെ ഇത് ചെയ്യുന്ന വേറെ ഒന്നുമില്ല ഈ ഫീൽഡിൽ. അപ്പം നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങളായിരിക്കും, ജോലിക്കാരുണ്ടാവില്ല, അവിടെ അല്ല GST കാരൻ വന്ന് മറ്റു പ്രശ്നം. പക്ഷേ ഈ കസ്റ്റമർ വന്നിട്ട്, കാരണം ഇതിൽ ഒരു മുഖ്യ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, കസ്റ്റമർ ഈസ് ദ ജഡ്ജ്മെൻറ്റ്. അവർ മാത്രമാണ് ജഡ്ജ്മെൻറ്റ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ ഉപ്പ, ഞാൻ പറയുന്നത് മറ്റൊരാളോട് പറയുന്നത് കേട്ടതാണ്. അതായത് ഈ ഫീൽഡിൽ നമ്മൾ 2 പേരെയാണ് റെസ്പെക്റ്റ് ചെയ്യാനുള്ളത്. അതായത് നമ്മുടെ മതത്തിൽ കൈകൂപ്പാൻ പാടില്ല, എങ്കിലും അത് അനുവദനീയമാണെങ്കിൽ 2 ആൾക്കാർ കൈകൂപ്പുണ്ട്. ആയിരിക്കത്? ഒന്ന് നമ്മുടെ ജോലിക്കാർ, രണ്ടാമത് നമ്മുടെ കസ്റ്റമർ. നമ്മളെ മുതലാളിയാക്കുന്ന നമ്മൾക്ക് കച്ചവടം ചെയ്യാനുള്ള എല്ലാം അള്ളാഹ് അവസരം ഒരുക്കുന്ന അവരിൽ കൂടിയാണ്. അവരെന്ന കുടുംബത്തിനെയും നമ്മളെന്ന കുടുംബത്തിനെയും നമ്മൾ നാട്ടിൽ മുതലാളിയായിട്ട് നടക്കുന്നതൊക്കെ ഇതിൻ്റെ പൈസ വരുന്നതായിരുന്ന നമ്മളെ കസ്റ്റമറിനാണ്.
അപ്പോൾ ഇവർ രണ്ടാളാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ്. അതിൻ്റെ അപ്പുറം വേറൊരു വാക്കില്ല. പിന്നെ നമ്മളെ ഇപ്പോൾ ജോലിക്കാർ അവർ കുറച്ച് എന്താ പറയുക, അവരെ കാഴ്ചപ്പാടിൽ നമുക്ക് അവരോടുള്ള ബഹുമാനം പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഓവർ ബഹുമാനം കാണിച്ചാൽ അവർക്ക് പെട്ടെന്ന് തോന്നും ഞാനൊരു സംഭവമാണ്, അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ കസ്റ്റമറോടും കാണിക്കുമ്പോൾ അവരും വിചാരിക്കൂ എന്താന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് മനസ്സിൽ ദൈവത്തോട് എന്താക്കുക, ഇവരോട് രണ്ടുപേരോടുള്ള നന്ദി സമർപ്പിക്കുക. ഇവർ രണ്ടാളാണ് ശരിക്കും നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇവർ രണ്ടാളാണ് അതിൻ്റെ ഉത്തരവാദികൾ. യഥാർത്ഥ നമ്മളിങ്ങനെ ആക്കിയെടുത്തതിൻ്റെ പിന്നിലെ നമ്മൾ പറയില്ല ഒരു സിനിമക്ക് ഡയറക്ടർമാരെന്നൊക്കെ പറയില്ല, ആ ഡയറക്ടർ ഇതാണല്ലോ. അതുപോലെ ഇവരാണ് യഥാർത്ഥ ഡയറക്ഷൻ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ മുന്നിൽ ഫോക്കസ് ചെയ്യുന്നതേ ഉള്ളൂ, ദൈവം അതിന് നമ്മൾ ഇതാക്കി തന്നതേ ഉള്ളൂ. പക്ഷെ ശരിക്കുള്ള അതിൻ്റെ ബാക്ക്ബോൺ ഇത് ഏതൊരു ബിസിനസ്സിൻ്റെയോ പ്രത്യേകിച്ച് ഹോട്ടൽ ഇൻഡസ്ട്രിയുണ്ട്. കാരണം ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഫിസിക്കലി അതൊരു വല്ലാത്ത കഷ്ടപ്പാട് നിറഞ്ഞ ഫീൽഡാണ് ഇത്. അത് മോരിക്കാർ മുതൽ മാസ്റ്റർമാർ വരികയാണെങ്കിലും ഇത് മെൻ്റലിയും ഫിസിക്കലിയും തളരുന്ന ഒരു അപൂർവം ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു മേഖല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇത്. അപ്പോൾ ഈ സമയം അവരോടെല്ലാം നമ്മൾ നന്ദി രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് ദൈവത്തോട് പറയുക, ഇത് അല്ലാണ്ട് നമുക്ക് ഒരു പരിധി വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അബൂഖാൻ്റെ നിലവിൽ കീഴിൽ എത്ര പേര് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്? ടോട്ടൽ ബാംഗ്ലൂരിൽ നിങ്ങൾ ഔട്ട്ലെറ്റിലെല്ലാം കൂടെ എത്ര പേരുണ്ടാവും ടോട്ടൽ? ഇപ്പം നമ്മളെ പിന്നെ മെയിൻ ബ്രാഞ്ചും നമ്മളെ സബും സഹോദര സ്ഥാപനങ്ങളെല്ലാം കൂടിയിട്ട് ഒരു 250-300ഓളം ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നിലവിൽ ചെയ്യുന്നുണ്ട്. ഈ കൊറോണ ടൈമിനെ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ ഈ സ്ഥാപനങ്ങളെ തരണം ചെയ്തു പോയി? പ്രശ്നങ്ങൾ കൊറോണനൊക്കെ എങ്ങനെ തരണം ചെയ്തെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഞെട്ടൽ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം കച്ചവടത്തിൽ ഹോട്ടൽ ഫീൽഡാണല്ലോ, നല്ല വരവ് നല്ല ചിലവ്, ആ രീതിയിൽ എല്ലാ കാലവും ഇതൊരു കുലത്തൊഴിൽ പോലെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തുടക്കത്തിൽ 938 മുതൽ ഇത് ഞങ്ങളുടെ ഉപ്പാൻ്റെ കാരണോട് മുതൽ ഞങ്ങൾ ഇത്ര കാലമായിട്ടും ഹോട്ടൽ കച്ചവടമേ ചെയ്തിട്ടുള്ളൂ ഇത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ലോകം അറിഞ്ഞിട്ടില്ല, ഞാനും അറിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. പക്ഷെ പെട്ടെന്ന് തന്നെ എന്തായി, കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ പല അനുഭവങ്ങളും ഫേസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഞെട്ടിത്തെറിച്ച് കാര്യമില്ല, ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അങ്ങനെ കുറച്ച് ദിവസം 10-15-20 ദിവസം ജോലിക്കാരോടൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാവരും മോഡി സാർ പറഞ്ഞതുപോലെ അവിടെ നിൽക്കുക, എന്നിട്ട് നമുക്ക് എന്താക്കാം. അങ്ങനെ ഏകദേശം ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ജോലിക്കാർ തന്നെ പിന്നെ പല സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ അവർക്കുള്ള ഭക്ഷണം കാര്യം ഒക്കെ കൊടുത്തിട്ടാണ് അവരെ നിലനിർത്തിയത്. അപ്പോൾ അവർ ഇങ്ങോട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും കട തുറന്ന് നമുക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും 3 നേരം ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. കാരണം അങ്ങനത്തെ ഇല്ലാത്ത ഭക്ഷണം പോലും ഇല്ലാത്തൊരു പ്രതിസന്ധിയിലുള്ളത്. അപ്പോൾ അത് ഞാനും എൻ്റെ ജോലിക്കാരും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, കാരണം എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അതിൻ്റെ ശമ്പളം എങ്ങനെ, മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ, അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 സ്ഥാപനം എൻ്റെതെന്തായി കൊറോണ സമയത്ത് പോയിട്ടുണ്ട് ഇത്. കാരണം തിരുപ്പൂർ ഉണ്ടായിരുന്നു വെജ് നോൺ വെജ്, അത് പോയി കിട്ടി. പിന്നെ നമ്മുടെ TCS ടാറ്റ കൺസൾട്ടൻസി എന്നുള്ള അത് പിന്നെ ഒരു ഹങ്കർ ബോക്സിന് അവർ കൈമാറിയതാണ്. ഞങ്ങൾ 12 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ ITBL ബാഗേജിൽ ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇലക്ട്രോണിസിറ്റി, ഫുഡ് മാജിക്, ഇതൊക്കെ പോയി. അപ്പോൾ ലോകത്തിൻ്റെ നഷ്ടം ആലോചിച്ചാൽ ഈ അബൂഖാക്കൊന്നും നഷ്ടമല്ല. പക്ഷേ നമ്മളെ പേഴ്സണലി എടുത്ത് നോക്കുമ്പോൾ വലിയൊരു നഷ്ടമായിരുന്നു, കോടികളെ നഷ്ടമായിരുന്നു. ചെറിയ നഷ്ടങ്ങളൊന്നുമില്ല സംഭവിച്ചത്. പക്ഷെ അള്ളാൻ്റെ കുതിരത്ത് അവിടെയും ഇത്, കാരണം ഇവിടം വരെ വന്നത് നമ്മൾ എന്ത് നോളേജ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് അറിഞ്ഞൂടാ. അള്ളാൻ്റെ കുതിരത്തും ഞാൻ പറഞ്ഞ എൻ്റെ ടീമിൻ്റെ സപ്പോർട്ടുമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതേ റബ്ബ് അവിടെയും ഓൻ്റെ കുതിരത്ത് കാണിച്ച് നമ്മളിവിടെ നിലനിർത്തി. പക്ഷേ കൊറോണ ആലോചിക്കുമ്പോൾ നമ്മളൊരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് നമ്മളുമായിട്ട് ആത്മബന്ധമുള്ളവർ കച്ചവടമെല്ലാം പൊട്ടി ബർബാദായി ഒരു എന്താ പറയുക നാമാവിശേഷമായി. അപ്പോൾ അങ്ങനെയൊക്കെ, അതായത് വലിയൊരു വെള്ളപ്പൊക്കം വന്നിട്ട് ഒരു മരം ബാക്കി എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെപ്പോലത്തെ കുറച്ച് ആൾക്കാർ ബാക്കിയായി ഈ ഹോട്ടൽ ഫീൽഡ്. കാരണം ഈ കൊറോണ ഏറ്റവും ബാധിച്ചത് ഹോസ്പിറ്റാലിറ്റിയാണ്, ടൂറിസം, ട്രാൻസ്പോർട്ടേഷൻ, റെസ്റ്റോറൻറ്റ്, ഇത് റൂംസ്,
ഈ മേഖല ഞാൻ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അതിൽ അള്ള കണക്കാക്കിയവർ നല്ല, അതിൽ ഞാനും ഒരുത്ത. കൊറോണ ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഇപ്പോൾ അതിൻ്റെ വ്യാധി ഇയാൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇത് കാരണം അതിൻ്റെ നഷ്ടങ്ങൾ മാനസികമായി ശാരീരികമായി അത് എത്രത്തോളം തളർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം മെല്ലെ 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 റിലാക്സായി വരികയാണ്. കാരണം നമ്മളെ ജീവിതാനുഭവത്തിൽ ഫസ്റ്റല്ലേ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി, ഇത് ചിന്തക്കപ്പുറത്തുള്ള പ്രതിസന്ധി. പിന്നെ ലോകം പൊരുത്തപ്പെട്ട് അതിൻ്റെ കൂടെ നമ്മളും പൊരുത്തപ്പെട്ടു. ഇത് അതിൽ നിന്നെല്ലാം അപ്പോൾ ആ സമയത്തെല്ലാം നമ്മളെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അതുപോലെ തന്നെ നമ്മളെ കൂടെ നിന്ന് ജോലിക്കാർ, നമ്മളെ കൂടെ നിന്ന് മാനേജ്മെൻറ്റ് ടീം, അപ്പോൾ അവരോടൊന്ന് എത്ര കടപ്പാട് അറിയിച്ചാലും, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആ രീതിക്കാണ് അവർ നമ്മളോട് കൂടെ നിന്ന് തന്നത്. അത് ഒരു ഡിമാൻഡും ഇല്ലാണ്ട് നമ്മൾ നിലനിൽക്കണം, അതായിരുന്നു അവരെ ആവശ്യം. ഇത് അതിൽ അവരെ ശമ്പളമോ മറ്റുള്ള കാര്യങ്ങളോ ഏത് രീതിയിലും എങ്ങനെ നമുക്ക് ഇരുവർക്കും നല്ല ഒത്തുപോകാൻ പറ്റിയ രീതിയിൽ ഒരു ഡിമാൻഡുകളും വെക്കാതെ, അപ്പോൾ അതൊന്നും ഒരു ഭയങ്കര ഒരു മഹത്താണ്. പിന്നെ എങ്ങനെയൊക്കെയോ അതിജീവിച്ച് ആ കൊറോണ. 12 മാർച്ച് 250 മെമ്പേഴ്സ് കാറ്ററിംഗ് ഓർഡർ ഉണ്ട്, അതിനെ പറ്റി ഒന്ന് സംസാരിക്കാം. നിങ്ങൾ അബൂക്ക നിങ്ങൾ ബൾക്ക് ഓർഡർ, പാർട്ടി ഓർഡർ ഒക്കെ സ്വീകരിക്കുന്നുണ്ടല്ലേ? എല്ലാം ഉണ്ട്. നിങ്ങൾ ഞങ്ങളെ കിച്ചൺ സൗകര്യം നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഏകദേശം എയർപോർട്ടിൽ 10, 12, 13 കൊല്ലം, IT സെക്ഷനിലും ഒരു 12, 13 കൊല്ലം. ഈ അനുഭവം വെച്ചിട്ട് പിന്നെ ഒരു സെൻട്രലൈസ് കിച്ചണായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാൻ ഇത്രയും കാലം നിന്ന IT ഇത് വെച്ചിട്ട് ഒരു സെൻട്രലൈസ് കിച്ചണായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ യാദൃശികമായി കൊറോണ വന്നു. അപ്പോൾ സെൻട്രലൈസ് കിച്ചൺ എന്ന മോഹം അവിടെ നിർത്തിക്കൊണ്ട് ഏകദേശം 1000 ആളെ ഫുഡ് ഓർഡർ വന്നാലും സുഖമായിട്ട് അടിക്കാൻ പറ്റിയ രീതിയിലാണ് എൻ്റെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഏരിയ ഉണ്ട്, ഒരുപാട് ഏരിയ ഉണ്ട്. 1000 ആളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണസദ്യ ഒക്കെ ഇവിടെ 1000 ആളെ മേലെ ചെയ്തിട്ടുണ്ട്. അപ്പം കിച്ചണിന് കൊടുക്കാൻ കണക്ക് വെച്ച് നോക്കിയാൽ 3000, 4000, 5000 ആൾക്കുള്ള ഫുഡ് കൊടുത്താൽ ആ കിച്ചൺ എന്താവില്ല, ഒരു ഹീറ്റ് ആവില്ല, ഓരോ പ്രശ്നം. ആ രീതിയിലാണ് ഞാൻ കിച്ചണിനെ സെറ്റ് ചെയ്തത്. പക്ഷേ പിന്നെ ഇവിടെ ഇപ്പം തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഈ വീട് കൂടുതൽ, നമ്മളെ നാട്ടിൽ വീട് കൂടുതൽ വരും. പിന്നെ അതുപോലെ കമ്പനികളെ ബൾക്ക് ഓർഡറുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അതിൻ്റെതായ ഒരു ടീം തന്നെ ഉണ്ട്. കാറ്ററിംഗ് സെക്ഷൻ തന്നെ വേറെ തന്നെയാണ്. അവർ അതിൻ്റെ രീതിയിൽ എന്താക്കുന്നുണ്ട്, ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കാറ്ററിങ്ങും കാര്യവും ഇത് പിന്നെ നമ്മുടെ പാർട്ടി ഹാളിലുണ്ട്. നമുക്ക് പല ഫംഗ്ഷനും പാർട്ടി ഹാളിൽ ഇവിടെ നടക്കാറുണ്ട്. നിങ്ങൾ പാർട്ടി ഹാൾ ഇഷ്ടം പോലെ 300 ആൾ വരെ പങ്കെടുത്ത കല്യാണം വരെ നടന്നിട്ടുണ്ട്, പാർട്ടി ഹാൾ നടന്നിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ അറ്റ് എ ടൈം 150 അപ്പം മേലത്തെ AC ഡൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് 300 ആളെ വരെ പരിപാടി ഓൾറെഡി നടന്നിട്ടുണ്ട്. ആ അങ്ങനെ ഓരോ ഫംഗ്ഷനുകളും ഇത്. ഇപ്പോൾ കാറ്ററിംഗ് സർവീസ് നടത്തുകയാണെങ്കിൽ ബാംഗ്ലൂർ എത്ര കിലോമീറ്റർ വരെ നടത്തുക? അങ്ങനെയല്ല, നമ്മളത് എന്ന് പറയുന്നത് നമ്മളെ ബൾക്ക് ഓർഡറിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ കിലോമീറ്റർ കൂടിയാലും എന്തില്ല, നമ്മൾ കച്ചവടമാണല്ലോ ഇത്. ഇപ്പം ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി, അതിന് നമുക്കൊരു കിലോമീറ്റർ ലിമിറ്റേഷൻ ഉണ്ടാവും. ഈ ബൾക്ക് ഓർഡറിന് എന്തില്ല, നമ്മൾ പിന്നെ ചില ആൾക്കാർക്ക് ഇവന്റ് മാനേജ്മെന്റ് വിത്ത് ഇത് വേണ്ട വരും, അതിനും നമ്മളത് ചെയ്തു കൊടുക്കും. പക്ഷേ ഇവന്റ് മാനേജ്മെന്റ് നമ്മുടെ ഓണായിട്ടല്ല, അതിന് അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുമായിട്ട് ടൈപ്പ് ആകുക ഇവന്റ് മാനേജ്മെന്റ്. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ട്. ഞങ്ങൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് അബൂസ് കഫേ താഴത്ത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈഡ് ചിക്കൻ്റെ ഒരു കൗണ്ടർ കണ്ടു. ഈറ്റ് ആൻഡ് മീറ്റിൻ്റെ താഴത്തായിട്ട് സെൻട്രൽ കഫേ കണ്ടു. എന്താണ് അത് സെറ്റ് ചെയ്യാനുള്ള കാരണം? അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം? അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ പല മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട് അതിൽ. ഇത് ഒന്നൊന്നായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സെൻട്രൽ കഫേ, അപ്പോൾ അതിൻ്റെ തുടക്കം പേരിൽ നിന്ന് തുടങ്ങി നമുക്ക്. ആ പേര് സെൻട്രൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപ്പാൻ്റെ കാരണം അതായത് ശരിക്കും പറഞ്ഞാൽ മൂപ്പർ കച്ചേരിമലാവാൻ പോകുന്നതാണ്. മൂപ്പർ 938 അത് അങ്ങനെയാണ് ലൈസൻസ് കാണുന്നത്. അത് തന്നെയായിരിക്കും ശരിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയാണ് ഈ സെൻട്രൽ കഫേ. പിന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ മേലെ മൾട്ടി കുഷൻ റെസ്റ്റോറൻ്റാണ് നമ്മളെ മേലുള്ളത്.
അപ്പോൾ അതിൻ്റെതായ ബഡ്ജറ്റും കാര്യമുണ്ടാവും. അപ്പം നമ്മുടെ കസ്റ്റമറോട് നമുക്കൊരു കൂറുണ്ട്, നമ്മളാക്കിയ കൂറ്. അപ്പോൾ അവർക്ക് അവരെ ബഡ്ജറ്റിലുള്ളൊരു ഫുഡ്. മെയിൻ കോൺസെപ്റ്റ് ദോശയാണ് ഇവിടെ. പിന്നെ അവർക്ക് ഇവിടെ IT കോളേജാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിക്കണം, പെട്ടെന്ന് പോകണം. താഴേക്കടയിലുള്ള IT-കാർക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ. അത് അപ്പോൾ അവരെ സമയത്തെയും ലാഭിക്കുക, അവരെ ബഡ്ജറ്റിൽ നമ്മൾ ഒതുക്കുക. പിന്നെ അബൂസ് കഫേൻ്റെ പ്ലാനിങ്ങും സെയിം ഇതുപോലെ തന്നെ. ഈ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു ജ്യൂസ് കുടിക്കുക, ഒരു ഷവർമ തിന്നുകയെന്നെല്ലാം പറയുമ്പോൾ അവർക്ക് ഒരുപാട് സമയങ്ങൾ അവരെ കളയേണ്ടി വരും. ഇപ്പോൾ യാദൃശ്ചികമായി നമുക്ക് അങ്ങനെ ഒരു സൗകര്യവും സ്ഥലവും അവിടെ കിട്ടിയത് കൊണ്ട് നമ്മളെ കസ്റ്റമറെ, കാരണം നമ്മളാക്കുന്ന കസ്റ്റമറാണല്ലോ, അപ്പം നമുക്ക് എന്ത് അവർക്ക് ചെയ്യാൻ പറ്റുക. കാരണം മറ്റുള്ള അവർ നമ്മളെ പോറ്റാണ്. അപ്പം നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റിയത് നമ്മളും ചെയ്യാം. അതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം അതിൽ കൂടി നമുക്കെന്താവും, കുറച്ച് കച്ചവടം കിട്ടും. വെറും സേവനായിട്ടല്ല, കച്ചവടം വെറും സേവനാക്കി മാറ്റിയാൽ പിന്നെ പോയില്ല. അപ്പോൾ അതിൽ കൂടി എല്ലാം മൾട്ടിപ്പിളായിട്ടുള്ള തന്ത്രങ്ങൾ നടക്കും. അങ്ങനെ ഉണ്ടായ ഒരു നമ്മളെ തലയിൽ ഉണ്ടായ ഒരു പ്ലാനാണ് ഈ അബൂസ് കഫേ, അബൂസ് ഫ്രൈഡ് സെൻട്രൽ കഫേ. ആദ്യം നമ്മൾ ഇതിനായിരുന്നു പ്ലാൻ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ആ പ്ലാനുകളെല്ലാം കിട്ടിയത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്ന് താമസിച്ചത് നിങ്ങളെ റൂമിൽ തന്നെയാണ്. നല്ല അടിപൊളി റൂമാണ്, നല്ല സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹോട്ടൽ ഇങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ആശയം ഉരുത്തിരിഞ്ഞ് വന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഹോട്ടലിൻ്റെതും ഇതിൻ്റെ തന്ത്രക്കാരൻ ജോണിയായിരുന്നു. ഞങ്ങളിവിടെ ഒരു കാറ്ററിംഗ് ആയിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ആളുമായി സംസാരിച്ചപ്പോൾ അവർ 4-5 നില പ്ലാൻ ചെയ്യണം, നിങ്ങൾ റൂംസോ കാര്യമോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ റൂംസിൻ്റെ പ്ലാൻ ഇല്ലായിരുന്നു, വെറും റെസ്റ്റോറൻറ്റ്. ഞങ്ങളെ ഈ ഫീൽഡേ റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ യാദൃശ്ചികമായി ഈ സ്ഥലം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഫ്ലോർ മൊത്തം എടുത്തേ പറ്റൂ. അങ്ങനെയാണ് ഞങ്ങൾ റൂംസിലേക്ക്. അപ്പോൾ റൂംസ് എടുക്കാൻ വേണ്ടി റൂംസിനെ പറ്റി പഠിക്കാനും നമ്മളെന്താക്കി കുറച്ച് സമയങ്ങൾ അതിന് പറ്റിയ ടീമുണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ റൂമിനെ പറ്റി പഠിച്ച് ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പണായിട്ട് 6 മാസം കച്ചവടം ചെയ്തിട്ടും പഠിച്ച്. കാരണം ശരിക്കും നമുക്ക് പുറത്ത് പോയിട്ട് ഇപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ റൂമിനെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ ചെയ്തുകൊണ്ടും പഠിച്ച്. അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല രീതിയിൽ IT-കാരായാലും മറ്റുള്ളതായാലും നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസ് എല്ലാം നോക്കിയാൽ മനസ്സിലാവും. നല്ല ഇതിലാണ് റൂംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അബൂക്ക ഇവിടെ ഇപ്പോൾ IT ഫീൽഡിന് അടുത്ത് തന്നെ ഹോട്ടലുള്ളത്. ഇപ്പം താമസത്തിന് കൂടുതൽ IT ഫീൽഡ് കസ്റ്റമറാണോ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ താമസത്തിന് വരുന്നത്? നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് IT-കാരായിരുന്നു. ആ ലെവലിലാണ് നമ്മൾ റൂം സെറ്റ് ചെയ്തതും അതിൻ്റെ ഫെസിലിറ്റി ഒക്കെ സെറ്റ് ചെയ്തത്. പക്ഷേ പോകെ നമ്മളിപ്പോഴത്തെ മെയിൻ കസ്റ്റമർ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സത്യസായി, വൈദേഹി, മണിപ്പാൽ, അവരാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമറായിട്ട് കാണുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്, അടുത്ത് തന്നെ എല്ലാം. ഇവിടുന്ന് ഇപ്പോൾ സത്യസായി എല്ലാം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ്. സത്യസായി എന്ന് പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, വാക്കബിൾ ഡിസ്റ്റൻസ്. മണിപ്പാലും വാക്കബിൾ ഡിസ്റ്റൻസ്. പിന്നെ വൈദേഹി മാത്രം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. പിന്നെ ഇവിടെ തന്നെ ഇവരെ നമ്മുടെ വിദേശത്തേക്ക് പോകുന്ന വലിയൊരു എക്സാം സെൻ്റർ ഉണ്ട്, ശാന്തിനിക്കര. അതും ഒരുപാട് കേരളക്കാർ നമ്മളെ വിളിച്ച്, കേരളക്കാരെന്നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച IT ആണെങ്കിലും ഇങ്ങനത്തെ കസ്റ്റമറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ റൂംസ് എന്ന് പറയുന്നത് നമ്മൾ 50% പാസ്സാവെന്ന് വിചാരിച്ച 90% പാസ്സാണ്. ഇത് റൂംസ് നമ്മൾ ഇവിടെ വന്നിട്ട് ആ റൂംസിനെ പറ്റി പഠിക്കുന്നു. ഇത് ഇവിടുന്നാണ് ഫില്ലാകുന്നത് നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നോളേജ് കിട്ടി നമുക്ക് റൂംസിൻ്റേത്. ഇത് പല ബൾക്ക് ഓർഡറുകൾ ഉണ്ടാവും, റൂം ഒരുമിച്ച് ബുക്ക് ചെയ്യും, കമ്പനിക്കാർ ഒരുമിച്ച് ബുക്ക് ചെയ്യും. അപ്പോൾ അൽഹംദുലില്ലാ റൂംസിൻ്റെ കുഴപ്പമില്ലാണ്ട് പോകും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ, അബൂസ് റെസ്റ്റോറൻറ്റിൽ കൂടുതലും നിങ്ങൾ വിറ്റുപോകുന്ന ചിലവാകുന്ന ഫുഡ് ഏതൊക്കെയാണ്? നമ്മൾ മെയിൻ ഫോക്കസ് അന്നും ഇന്നും, അതായത് നമ്മളെ മുദ്രാവാക്യം തന്നെ മലബാർ ധമാക്കാണ്. ഇത് മലബാറിൻ്റെ സ്റ്റൈൽ. അതാണ് ഈ ഞാനും ജോണിയും കൂടി ഉണ്ടാക്കി കൊണ്ടുവന്ന് മെയിനായിട്ട് പറഞ്ഞാൽ നമ്മളെ മലബാർ ബിരിയാണി. പിന്നെ ഫിഷ് വെറൈറ്റികൾ, അതായത് ഫിഷ് മുളകറിയാകട്ടെ, ഫിഷ് പൊള്ളിച്ചതാകട്ടെ, ഫിഷ് മോളിയാകട്ടെ, ചുരുക്കം പറഞ്ഞാൽ മീനിൻ്റെ കറി, ഇപ്പോൾ സ്ക്വിഡ്, ചെമ്മീൻ ഒക്കെ നമ്മുടെ മലബാർ സ്റ്റൈൽ. ഇത് പിന്നെ അതേപോലെ നാടൻ കോഴി പൊരിച്ചത്, കബാബിന് പകരം നാടൻ, അതിൽ തന്നെ കാട, അല്ലെങ്കിൽ നാടൻ കോഴി, അല്ലെങ്കിൽ ഡക്ക്, മുയൽ, ഇതൊക്കെ നമ്മളെ
മലബാർ സ്റ്റൈൽ, പിന്നെ മലബാർ കേരളയല്ല മലബാർ. ആ അപ്പോൾ ഇപ്പം ചോറും കറികളാട്ടെ അത് നമ്മളതായ ഒരു കസ്റ്റമർ നമുക്കുണ്ട്. പിന്നെ ഈ വെറൈറ്റികൾ അതായത് ദിവസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ വെറൈറ്റികൾ കൊണ്ടുപോവുക. പിന്നെ അതിൽ മെയിൻ കോഴ്സായിട്ട് നമ്മുടെ സിഗ്നേച്ചർ ഫുഡുകളുണ്ട്. അതായത് മലബാർ ചിക്കൻ ചില്ലി, മലബാർ കുരുമുളക് ഇട്ടത്, പിന്നെ മലബാർ മസാല ഫ്രൈ. അത് ഫിഷിലുണ്ട്, നാടൻ കോഴിയിലുണ്ട്, മട്ടണിലുണ്ട്, ചിക്കനിലുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. പിന്നെ ഓരോ സ്ഥാപനത്തിലെ കച്ചവടത്തിനനുസരിച്ചിട്ട് ഒരുപാട് വെറൈറ്റികൾ എല്ലാം മലബാർ. നമ്മുടെ അച്ചാർ വരെ നമ്മളെ നാടൻ ടേസ്റ്റ്. നമ്മൾ കൊല്ലത്തിൽ ഓണസദ്യ കഴിക്കും, നമ്മൾ അച്ചാറുകൾ വരെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കില്ല, നമ്മളേ ഇടും. അത് നമ്മളെ നാട്ടിലെന്തൊക്കെ ഇപ്പോൾ ചേന, അല്ല കോവക്ക, നാരങ്ങ, മാങ്ങ, ഇത് എല്ലാം നമ്മളിടുന്ന അച്ചാർ. അതാണ് നമ്മൾ അച്ചാറൊന്നും പുറത്തുനിന്ന് ഉണ്ടാക്കില്ല. എല്ലാം മലബാർ ടച്ചപ്പ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ ഇന്ത്യൻ ചൈനീസ് തന്തൂർ. അടുത്ത കാലത്തായിട്ട് ഒരു 8-10 കൊല്ലമായിട്ടാണ് നമ്മൾ ഈ അറേബ്യൻ, അതായത് ഒരു അറേബ്യൻ ട്രെൻഡ് വന്നല്ലോ ഇവിടെ. ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യവും. അപ്പോൾ അതിനെപ്പറ്റി നമ്മളും പഠിച്ചിട്ട് അതിൽ ഏറ്റവും നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയ, ഇപ്പോൾ മന്തി ഒരു തരം ഹെൽത്തി ഫുഡാണ്, അതിനെപ്പറ്റി പഠിച്ച് നോക്കുമ്പോൾ. പിന്നെ അൽഫാം, ഗ്രില്ല്, അൽഫാമിൽ തന്നെ പലവിധ വെറൈറ്റികൾ. അപ്പോൾ ഇതൊക്കെ ഓയിൽലെസ്സും ശരീരത്തിന് വലിയൊരു ഇതുമില്ല എന്ന് കണ്ടപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് നല്ല നല്ല ഷെഫുകളെ കൊണ്ടുവന്നു. ഇപ്പോൾ അതും നമ്മൾ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ എന്തുണ്ട്, പ്രത്യേകിച്ച് മന്തിക്ക്, അൽഫാമിന് നല്ല കസ്റ്റമറാണ്. നമ്മൾ അത് കഴിച്ചിട്ട് ആ കസ്റ്റമർ നമുക്ക് അന്ന് ഒരു പീസ് കൂടുക എന്നല്ലാണ്ട് കുറയില്ല. ആ രീതിയിൽ ആ കച്ചവടങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം മലബാറിനെ എങ്ങനെ കോൺസെപ്റ്റ് ചെയ്തോ, ഇപ്പോൾ അതിൻ്റെ കൂടെ അറേബ്യനെയും കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ അത് രണ്ടും നമ്മൾ എന്താ പറയുക, കാരണം ഈ അറേബ്യനെ കൊണ്ടുപോകുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ മലബാറികളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മന്തിയെല്ലാം നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അബൂക്ക ഇത്രയും വലിയൊരു സ്ഥാപനം, ഹോട്ടലായിക്കോട്ടെ, റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, കഫേ, സെൻട്രൽ കഫേ, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ എങ്ങനെയാ ടീം വർക്ക്, എങ്ങനെയാ ഇവിടെ ഉള്ള നിങ്ങളുടെ ടീം? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ അബൂസ് ഹോസ്പിറ്റാലിറ്റിൻ്റെ ഡയറക്റ്റ് അബൂസ് ഹോസ്പിറ്റാലിറ്റി സർവീസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അണ്ടറിലുള്ളത് പിന്നെ 2 സ്ഥാപനം, അബൂസും ഈറ്റൻ മിൽ ചന്താപുരം. മറ്റുള്ളതെല്ലാം എൻ്റെ സഹോദര സ്ഥാപനങ്ങൾ, എൻ്റെ അനുജന്മാരും എൻ്റെ മരുമക്കളും അവരാണ് മാനേജ് ചെയ്യുന്നത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ ഡയറക്ഷനല്ല. അപ്പോൾ ഇപ്പോൾ അബൂസിൽ ജീവനാഡിയായിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഫർസിൻ, പച്ചു എന്ന് വിളിക്കും. രണ്ടാമത് അപ്പി എന്ന് വിളിക്കുന്ന സഫീറിനെ പറ്റി പറയുമ്പോൾ വേറെയും പറയാനുണ്ട്. 10-25 വർഷത്തോളം എൻ്റെ കൂടെ ഈ ജോണിക്ക്, മറ്റൊരു ജോണി, ഇപ്പുറത്ത് സഫീർ, എൻ്റെ അങ്ങനെ ബാക്ക് ബോണായിട്ട് എന്താ പറയുക, എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കിട്ടിയൊരു മാനേജ്മെൻ്റ് അത്. പിന്നെ റിയാസ്, പിന്നെ തുളസി, അമീദ്. തുളസി എന്ന് പറയുന്ന ബംഗാളിയാണ്, അവിടെ ഇവിടെ ജോലിക്ക് വന്ന് മാനേജ്മെൻറ്റിലേക്ക് വന്നതാണ്. ഇത് എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹം ഈ ടീം. കാരണം അവർ ഊണും ഉറക്കും ഒക്കെ ഒഴിഞ്ഞിട്ട്, പിന്നെ അവരെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ടീം, പിന്നെ മണി, എൻ്റെ ഇവിടുത്തെ കുക്ക്, ലക്ഷ്മൺ, പിൻഡു, ഇങ്ങനെയുള്ള ഒരുപാട് എൻ്റെ എന്താ പറയുക ഹാർട്ട്ഫുള്ളി ആയിട്ടുള്ള ജോലിക്കാർ. പിന്നെ അത് മോരി മുതൽ മേലെ വരെ ഉണ്ട്. എല്ലാം 10 വർഷം, 15 വർഷം, 20 വർഷമുള്ള ജോലിക്കാർ കുട്ടികളാണ്. അത് സപ്ലൈയിലായാലും ക്യാഷിലായാലും. അതുപോലെ നമ്മുടെ ഈറ്റൻ മിറ്റ് ചന്താപുരയിലെ എൻ്റെ പങ്ങളമോ സന്നാർ, ഓനാണ് അവിടെ മെയിൻ. അവിടുത്തെ അവന് ചെറുപ്പത്തിലെ എൻ്റെ കൂടെ നിന്ന്. പിന്നെ അസ്രഫ്, പിന്നെ അതേപോലെ അവിടുത്തെ ടീമുകൾ അവിടെ ഉണ്ട്. എൻ്റെ മുഹമ്മദ് എന്ന് പറഞ്ഞ കാസർഗോഡിൽ 25 വർഷമായിട്ടുള്ള, ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന വർക്കർ ഓനാണ്. 26 വർഷം, 99 മുതലുള്ളവന്. അപ്പോൾ അവിടെയും ഉള്ള, അപ്പോൾ ഈ ടീമുകളൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. കാരണം എൻ്റെ വർക്കേഴ്സും എൻ്റെ ടീം മാനേജ്മെൻറ്റുമാണ് ഈ അബൂക്ക. അപ്പുറത്തെ എൻ്റെ കസ്റ്റമർ, നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള അവസരം ഒരുക്കാൻ പിന്നിലെ ബാക്ക് ബോൺ അത് കസ്റ്റമറാണ്. അപ്പോൾ അബൂക്ക, ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു, അതിനെല്ലാം നല്ല മറുപടിയും തന്നു. ഞാൻ വിട്ടുപോയൊരു ചോദ്യമുണ്ട്, അബൂക്കാൻ്റെ ഫാമിലിയെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല, അതും കൂടി ഞങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുണ്ട്. അതായത് എൻ്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 6 മക്കളാണ്, ഭാര്യ, എൻ്റെ ഉമ്മ, എൻ്റെ പിന്നെ 4 ജ്യേഷ്ഠന്മാർ. നമ്മൾ 2 മരണപ്പെട്ട്, ഞാനിപ്പോൾ എൻ്റെ അനുജൻ ജസീൽ, 4 പെങ്ങന്മാർ,
പിന്നെ അതിൽ എനിക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ മുഖ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ഈ കച്ചവടത്തിൻ്റെ ഒക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു പ്രധാന കാരണം എൻ്റെ കുടുംബം തന്നെയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാവിധ ആശീർവാദവും ബാക്ക് ബോണായി നിന്ന എൻ്റെ ഉമ്മ. എവിടെ പതറുമ്പോൾ, എവിടെ നമ്മൾക്ക് ഒരു പരാജയം വരുമ്പോൾ തോക്കാൻ പാടില്ല, അല്ല തോറ്റുകൂടാ, തോറ്റാൽ ഒരു കുടുംബം തോക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഉമ്മ. പിന്നെ ഒരു സങ്കടങ്ങളും എന്നെ അറിയിക്കാതെ എൻ്റെ കൂടെ നിന്ന്, കാരണം ഈ ഹോട്ടൽ ഫീൽഡാകുമ്പോൾ നമ്മൾ ചിലപ്പം നാട് വീട് ഫോൺ ചെയ്യാൻ ഇന്നത്തെ പോലെ പലവിധ വീഡിയോ കോളോ സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞ പാട് ചിലപ്പോൾ ഫോണുകൾ തന്നെ ദിവസങ്ങൾ കിട്ടുക. അപ്പോൾ സങ്കടങ്ങളൊന്നും അറിയിക്കാതെ എന്നെ കൂടെ നിന്ന് എൻ്റെ ഭാര്യ. ഇത് പിന്നെ അതുപോലെ എൻ്റെ അനുജന്മാർ, ജ്യേഷ്ഠൻ, എൻ്റെ മരുമക്കൾ എൻ്റെ തുടക്കകാലത്ത് എൻ്റെ കുട്ടികളായിരുന്നു, എൻ്റെ എല്ലാമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഇത്രയും സഹായ സഹകരണം കിട്ടിയ വേറെ വ്യക്തി ഉണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ ഞാൻ സ്വയം എന്നോട് ചോദിക്കുന്നത്. കാരണം എൻ്റെ ഉമ്മ എൻ്റെ അടുത്തായാലും എൻ്റെ പെങ്ങളെ ഭർത്താക്കന്മാർ അവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും പുറത്തു പോയില്ല, എല്ലാവരും എൻ്റെ കൂടെ. എൻ്റെ ഒരൊറ്റ മരുവാൻ മാത്രമാണ് ഗൾഫിലേക്ക് പോയത്, ബാക്കിയെല്ലാം ഇതേ ഫീൽഡിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ പിന്നെ എന്നോട് സഹകരിച്ച പോലെയും പിന്നെ എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും എല്ലാം. ഞാനിങ്ങനെ ഓരോരുത്തരെ വിഷമങ്ങൾ, ടെൻഷൻ, വീട്ടിലെ ടെൻഷൻ വിളിച്ചറിയിച്ച് ഓരോരുത്തരെ ഇതെല്ലാം കാണുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിക്കലുണ്ട്, റബ്ബെ നീ വലിയൊരു അനുഗ്രഹം എനിക്ക് തന്ന്, അതിലില്ലാത്ത അനുഗ്രഹം. പിന്നെ റബ്ബിൻ്റെ ഒരു വല്ലാത്ത ഇടപെടലായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്ത് തന്നെ അപകടാവസ്ഥ വീട്ടിൽ, എന്ത് തന്നെ വിഷമങ്ങളുണ്ടെങ്കിലും അതിൻ്റെ രീതിയിൽ എൻ്റെ ഭാര്യ, എൻ്റെ ഉമ്മയും എന്നെ എന്താക്കും, എന്നെ. കാരണം അവർക്കറിയാം എൻ്റെ ഈ ഫീൽഡിൻ്റെ വിഷമം, ഇത് കഷ്ടപ്പാട്. ഞാൻ അവരോട് എന്താക്കും, ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടേ അവരെന്താക്കിയിട്ടുള്ളൂ, എന്നെ ഒരുവിധ കൂടുതൽ ടാർച്ചർ ചെയ്യാണ്ടും വിഷമിപ്പിക്കാണ്ടും. ഇപ്പോൾ എൻ്റെ മക്കളെ കാര്യത്തിലായാലും എൻ്റെ ഭാര്യ പരമാവധി ഓള് തന്നെ ഇത്. കാരണം ഞാനിങ്ങനെ ഓരോ തലച്ചുകൊണ്ടുണ്ടാവും. കാരണം നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഈ ഫീൽഡിൻ്റെതായ വിഷമതകളുണ്ട്. ഇത് എത്ര തന്നെ സന്തോഷം തന്നാലും, എത്ര തന്നെ സമ്പത്ത് തന്നാലും, ഈ ഫുഡ് ഇൻഡസ്ട്രികൾ എന്ന് പറയുന്നു, ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കറിയാം ഇതിൻ്റെ വിഷമതകൾ. അപ്പോൾ ഇതിൻ്റെ അത്രത്തോളം വിഷമതകളുള്ളതുകൊണ്ട് അതിനെ നല്ല താലോടിയിട്ടാണ് എൻ്റെ കുടുംബം ഇത് ഇന്നും അന്നും ഇത്. അതിന് മരിക്കുന്നവരെയും അതേ പ്രതീക്ഷയാണ് ഞാനുള്ളത്. എൻ്റെ ഇതുവരെ ഇപ്പോൾ ഒന്നുമില്ലാണ്ട് വന്ന് ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ എൻ്റെ സ്റ്റാഫും കസ്റ്റമറും പറഞ്ഞ പോലെ തന്നെ അതോട് തുല്യമായിട്ട് തന്നെ എൻ്റെ കുടുംബം എൻ്റെ കൂടെ എന്താക്കിയിട്ടുണ്ട്, നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലെല്ലാം ഇങ്ങനെ സംസാരിക്കാനുള്ള അള്ളാൻ്റെ തൗഫീക്ക് അത് കിട്ടിയത്. അപ്പോൾ കുടുംബത്തിന് പിന്നെ അവർ 100 കാണിച്ച്, ഞാൻ എത്രത്തോളം കാണിച്ചു എന്നുള്ള അവരാ പറയേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയായാലും അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ് ജീവിതത്തിൽ. എന്നോട് നിങ്ങൾ ഈ ഹോട്ടൽ കൊണ്ടും കുടുംബം കൊണ്ടും ചോദിച്ചാൽ 110 സന്തോഷമാണ്. ഇത് ഞാൻ ഒരുപാട് സമ്പാദിച്ചെന്നല്ല എൻ്റെ അർത്ഥം, അല്ല ഒരുപാട് സ്ഥാപനങ്ങളല്ല, ഇതൊന്നുമല്ല. എൻ്റെ ജീവിതം എനിക്ക് സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ. വിഷമങ്ങളുണ്ട്, അതില്ല എന്നല്ല. അതിപ്പോൾ നമ്മൾ കാലിനൊരു മുറിവേറ്റിയ ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്ന് വരും, അതുപോലെ വിഷമങ്ങളുണ്ട്. അതിനെ എന്താക്കിയിട്ടുണ്ട്, പിന്നെ ഒരുമിച്ച് നേരിടാൻ വേണ്ടിയിട്ട് എൻ്റെ കുടുംബം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എൻ്റെ ജോലിക്കാരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ അതാണ് ഫൈനൽ. അപ്പോൾ ഇത്രയും പറഞ്ഞു എല്ലാം നമ്മൾ കേട്ടു. ഒരു അവസാന ഒരു ചോദ്യം കൂടി, ഈ പുതുതലമുറക്ക്, ഈ ന്യൂ ജനറേഷന് കൊടുക്കാനുള്ള ഉപദേശം എന്തെങ്കിലും ഉണ്ടോന്നോ? പുതുതലമുറ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ യുവാക്കൾ മനസ്സിലാക്കാത്തൊരു കേസ് ഈ മൊബൈൽ. നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു നാശമായിട്ട് ഞാൻ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ ഈ മൊബൈൽ ശരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഇംഗ്ലീഷുകാരെ കണ്ടുപിടിക്കുന്ന ഓരോന്നിനും ഓരോ അർത്ഥം ഉണ്ടാവും. കാരണം അവർക്കറിയാം ഒരു 50-60 വർഷമേ മനുഷ്യൻ്റെ ആയുസുള്ളൂ. കാരണം 60 വർഷത്തിന് 300 വർഷമാക്കി മാറ്റാണ് അവർ. ശരിക്കും പറഞ്ഞാൽ മൊബൈൽ കൊണ്ട് അവരെ കുട്ടികളെ ഫീസായാലും അല്ലെങ്കിൽ അവരെല്ലാം ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ട്, ഇപ്പോൾ പേയ്മെൻറ്റുകളായാലും ടാക്സ് പേയ്മെൻ്റ് ആയാലും മറ്റുള്ളതായാലും വണ്ടി ബുക്ക് ചെയ്യലായാലും അങ്ങനെ അവരെ ജീവിതത്തിൽ
പക്ഷെ ഇത് നമ്മളെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ പിടിക്കുക, രാവിലെ മുതൽ രാത്രി വരെ കിതാബും വെച്ച് നോക്കുക, ഉള്ള ജീവിതം ചുരുക്കുകയാണ് ചെയ്യുന്നത്. 60 വയസ്സിനെ 20 വർഷമാക്കിയിട്ട് ഇവർ ചുരുക്കുന്നു, അവർ 60 വയസ്സിനെ 300 വർഷമാക്കിയിട്ട് മാറ്റാണ് അവർ. 300 ഇപ്പോൾ അവർക്ക് ഒരു ടൂറിസം കേന്ദ്രം കാണാൻ അവർ മൊബൈൽ അടിച്ച് നോക്കും. ഇത് എന്ത് സംഗതികളായാലും അവർ അതിനെ ഇത് ചെയ്യാണ്. നമ്മളിത് വെറുതെ ഇതും വെച്ച് നോക്കിയിട്ട് പിന്നെ. അപ്പോൾ അബൂക്ക ഇത്ര വിലപ്പെട്ട സമയം, ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ച, നമുക്ക് വേണ്ടി ചെലവഴിച്ച ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾ തന്നതിന് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിന്ന കാര്യങ്ങൾ ഇതൊക്കെ. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കേൾക്കാൻ ആർക്കും സമയമില്ല ഇന്നത്തെ ലോകത്തിൽ. എല്ലാവരും ഓട്ടത്തിലാണ്. പറയണമെന്നുള്ള സമയം എനിക്കും ഇല്ലേനും. പക്ഷേ നിങ്ങളും കൂടി വന്നപ്പോഴാണ് അൽഹംദുലില്ലാ എനിക്ക് ഇങ്ങനൊരു പറയാനുള്ളൊരു അവസരം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. കാരണം അതിന് അവസരം വന്ന് നിങ്ങളോട് ഇന്നുണ്ട്. വളരെയധികം കടപ്പാടും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകാനിരിക്കുമ്പോൾ ഈ അബൂക്ക നമ്മളെ ഒരു തരത്തിലും ഫുഡ് കഴിക്കാതെ വിടുന്നില്ല. ഫുഡ് കഴിച്ചേ പോകുന്നില്ല. പിന്നെ ഇവിടുത്തെ ഫുഡ് ആയത് കാരണം വേറെ രാത്രി ഭക്ഷണം കഴിക്കാത്തവരാണ് ഞാൻ. എന്നാൽ പിന്നെ അബൂസിലെ ഫുഡ് മിസ് ചെയ്യാൻ പറ്റൂലല്ലോ. തീർച്ചയായും കഴിച്ചാലും തിരക്കേടില്ല. അല്ല, കാരണം നിങ്ങൾ ഇത്രയും വിലപ്പെട്ട സമയവും എൻ്റെ സമയമായിട്ട് നിങ്ങളെ സമയമായിട്ട് ഇത്രയെല്ലാം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് പോവാന്ന് പറയുമ്പോൾ പിന്നെ അത് ഇന്നത്തെ ഏറ്റവും വലിയ വേദനയല്ലേ നമ്മളത്. ഞാൻ കഴിച്ചിട്ട് പോവാം. അമീർ പറഞ്ഞു എന്തായാലും കഴിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ ആൾക്കൊക്കെ ഒരു വിഷമം വേണ്ട. അതെ തീർച്ചയായിട്ടും. അപ്പൊ അൽഹംദുലില്ലാ ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളും കൂടി നമ്മളെ ഭക്ഷണത്തിന്റെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ട് നമ്മള് പറയേണ്ട ആവശ്യമില്ല. അത് പിന്നെ പറയാതെ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും നിങ്ങളെ വിലപ്പെട്ട സമയം തന്നതിന് അബൂക്ക് എന്തെങ്കിലും തരണല്ലോ. അതുകൊണ്ട് നിങ്ങളെ സഞ്ചാരിയുടെ സബ്സ്ക്രൈബ് ആര് വന്നാലും ഞാൻ ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഫുഡിന്റെ കാര്യം പറഞ്ഞില്ല. 10% ഫുഡിന് ഡിസ്കൗണ്ട് കൊടുക്കും. തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ട് കഴിക്കട്ടെ. ഓക്കെ.